ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ എം കിങ് സ്പൈസ് ചാനൽ. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ബാച്ചിലർ റൂമിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ബിരിയാണി വയ്ക്കാം. അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ എടുത്തു, ജസ്റ്റ് കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, പാകത്തിന് അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞ് മറ്റേ കറുക, പട്ട, ഏലാമ്പൂ ഇതെല്ലാം റെഡിയായിട്ട് അതിലിടുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എണ്ണ തിളച്ച് വരുമ്പോൾ അതിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എണ്ണ തിളയ്ക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സവാള ഇട്ട് കൊടുക്കാം. ഒരു 2 സവാള വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. സവാള മൊത്തം ഇട്ടു. അതിന് പുതിന ഇലയുണ്ട്, പുതിന ഇല നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ക്രഷ് ഇത് ഇളക്കുന്നുണ്ട്, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ട് അത് അപ്ലൈ ചെയ്താൽ നന്നായിട്ടിരിക്കും. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഒന്നിട്ടിട്ട് ഒന്നുകൂടിയും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് അത്യാവശ്യം വേകുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ അപ്ലൈ ചെയ്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, എല്ലാം പെട്ടെന്ന് തന്നെ കളറ് മാറി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സവാള നന്നായിട്ട് വരട്ടിയെടുക്കാം. പച്ചമുളക് 3 എണ്ണം, വേവിച്ച് വരട്ടിയെടുക്കാം. അതിനുശേഷം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പുതിന ഇല ആഡ് ചെയ്യുന്നുണ്ട്. പുതിന ഇല ഫുള്ളായിട്ട് ആഡ് ചെയ്തു. പുതിനയുടെ ഇലയുടെ ടേസ്റ്റ് നിങ്ങൾക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിന് ശേഷം തക്കാളി വട്ടത്തിൽ എറിഞ്ഞിട്ടത് അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം തൈര് ആഡ് ചെയ്തു. തൈര് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്കാം. അതിനുശേഷം നന്നായിട്ട് വേകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് മാഗ്നേറ്റ് ആക്കി വെച്ച ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് മാഗ്നേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. അപ്പോൾ ആ ചിക്കനാണ് പുതിയ മസാലയിലിട്ട് അപ്ലൈ ചെയ്യുന്ന വരട്ടിയെടുക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഈ ബിരിയാണിക്ക് ഉപ്പ് കൂടിപ്പോയാലും കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ആ ഒരു പാകത്തിലെ ലെവലിൽ നമുക്ക് കിട്ടും. പിന്നെ ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ വെച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വാറ്റിയെടുക്കാം. മസാല എല്ലാ ചിക്കനിലും പിടിക്കണ മാതിരി ഇളക്കി നന്നായിട്ട് വാറ്റിയെടുത്തിട്ട് നന്നായിട്ട് വേകണം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം 6 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ നന്നായിട്ടിങ്ങനെ ഇളക്കിയെടുക്കാം.
പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള അരി. അതിന് മുന്നേയായിട്ട് കുറച്ച് മൂടി വെച്ചു. അരി നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. പിന്നെ തിളച്ച് കഴിയുമ്പോൾ ബിരിയാണി ഈ അരി നമുക്ക് ആഡ് ചെയ്യാം. ഈ അരി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നോർമൽ റൈസിലും ഇതേപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് പൊന്തി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും. പിന്നെ 2 മിനിറ്റിൽ അതേ മൂടി വെക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. അതേ വേവിൽ തന്നെ ബിരിയാണി നമുക്ക് റെഡിയാവും. പിന്നെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓക്കെ ആവും ബിരിയാണി. അപ്പോൾ ബാംഗ്ലൂരിൽ നിൽക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഈസി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ബിരിയാണി റെഡി. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ വിശേഷം നമുക്ക് നാളെ പറയാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഈ ബിരിയാണിയുടെ ആശംസകൾ. ഹാപ്പി വീക്കെൻഡ് ലൈഫ്. എല്ലാ വീക്കെൻഡും ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റായിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ്, ഫോളോ.